50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തെ വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസ് ഉള്ള ഒരു സ്വിഫ്റ്റ് ആണ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇത് 2018 മോഡല് മാരുതിയുടെ ബലേനയാണ്. GT ആണ് വേരിയന്റ്. ഇത് 2022 മോഡല് നിസാൻ കമ്പനിയുടെ മാഗ്നൈറ്റ് ആണ്. ഒരു സെഡാൻ സെഗ്മെന്റിൽ ഒരു യൂസ്ഡ് കാർ നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ അമേസ് ഉണ്ട്. ലോ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ടാറ്റയുടെ നാനോ അല്ലേ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങൾ ഒന്നാണ് മാരുതിയുടെ ഓൾട്ടോ. ഇത്രയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടും ഇന്നും നല്ലൊരു കാർ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മറ്റൊരു വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല സ്റ്റോക്കുകളാണ് ഈ ഒരു മാസം വന്നിട്ടുള്ളത്. എല്ലാ വാഹനങ്ങളും ഞാൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഷോറൂം വീഡിയോ തന്നെ ആയിരിക്കും. ഏകദേശം ഒരു 60,000 രൂപ മുതൽ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ മുതൽ അത്യാവശ്യം കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. വീഴ്ചമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ മാരുതി വാഹനങ്ങളാണെങ്കിൽ സർട്ടിഫൈഡ് വാഹനങ്ങളാണെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി നൽകുന്നുണ്ട്. 3 ഫ്രീ സർവീസും കൂടെ ഉണ്ടാവും. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെൻ്ററിലും പോവുകയും ചെയ്യാം. ഇനിയിപ്പോൾ അതർ ബ്രാൻഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ പോലും നല്ല വാഹനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ കഴിയും. മാക്സിമം ലോൺ സൗകര്യം ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങളുടെ വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു യൂസ്ഡ് കാർ തിരയുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഷോറൂം ലൊക്കേഷനിലാണ് ഈ ഒരു ജൂലൈ മാസം ഞാൻ വന്നിട്ടുള്ളത്. വീഴ്ചമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ ഒന്ന് എത്തിക്കുക. 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തെ വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസ് ഉള്ള ഒരു സ്വിഫ്റ്റ് ആണ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2021 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. VXC ആണ് വേരിയൻറ്റ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 43,600 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിംഗ് ആളൊക്കെ അവൈലബിൾ ആണ്. 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് ആളൊക്കെ വരുന്നുണ്ട്. സ്വിഫ്റ്റിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കളർ കൂടിയാണ് നമ്മുടെ ഈ ഒരു റെഡ് എന്ന് പറയുന്നത്. 6 മാസത്തെ വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസ്. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെൻ്ററിലും കിട്ടും. ചോദിക്കുന്ന പ്രൈസ് 6,30,000 രൂപയാണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 1,02,400 രൂപയാണ് EMI കാര്യങ്ങളൊക്കെ വരിക. ഇത് 2018 മോഡല് മാരുതിയുടെ ബലേനയാണ്. GT ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിംഗ് ആളൊക്കെ അവൈലബിൾ ആണ്. 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, പുഷ്പട്ട സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ, അലോയ് വീൽ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്ന ആൽഫയുടെ തൊട്ട് താഴെ വേരിയൻ്റാണ് Zeta എന്ന് പറയുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,90,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയൊരു മാറ്റം ഉണ്ടാവും. പിന്നെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. കൂടാതെ 1 വർഷത്തെ വാറണ്ടിയും ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. ഇത് 2022 മോഡല് നിസാൻ കമ്പനിയുടെ മാഗ്നൈറ്റ് ആണ്. XL ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവലാണ് വരുന്നത്. ഹിസ്റ്ററിംഗ് ആളൊക്കെ അവൈലബിൾ ആണ്. 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. ഈ ഒരു വാഹനത്തിന് 1 വർഷത്തെ വാറണ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. ഒരുപാട് ചെക്ക് പോയിന്റുകളൊക്കെ പാസ്സായാലാണ് 1 വർഷത്തെ വാറണ്ടി കിട്ടുന്നത്. ചോദിക്കുന്ന പ്രൈസ് 5,30,500 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഈ ഒരു വാഗനറിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. യൂസ്ഡ് കാർ ആയിട്ടും വാറണ്ടി ഉണ്ടെങ്കിൽ പരിപൂർണ്ണ വിശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ആയതുകൊണ്ടാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ 2018 മോഡൽ വാഗനർ ആണ്. VXC ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 64,400 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പർ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ വാഹനത്തിന് ഞാൻ മുൻപ് പറഞ്ഞ പോലെ 1 വർഷത്തെ വാറണ്ടി നൽകുന്നത്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,90,500 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു സെഡാൻ സെഗ്മെന്റിൽ ഒരു യൂസ്ഡ് കാർ നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ അമേസ് ഉണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുമ്പോൾ 2019 മോഡല് ഹോണ്ട അമേസ് SMT മിഡിൽ വേരിയന്റ്, പെട്രോൾ മാനുവൽ. ഓക്കെ. സെക്കൻഡ് ഓവർ കിലോമീറ്റർ 48,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. വിത്ത് 1 ഇയർ വാറണ്ടി നമുക്കൊരു 5,35 കൊടുക്കാം. മാക്സിമം ലോണോടെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 1 വർഷം വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസം വരെ എടുക്കാനും കഴിയും. ലോ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ടാറ്റയുടെ നാനോ അല്ലേ. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുമ്പോൾ 2016 മോഡല് ടാറ്റ നാനോ ട്വിസ്റ്റ് XC വരെ. അതായത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ചെറു മോഡൽ വെഹിക്കിൾ. ഓക്കെ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ട് ഒന്നുമില്ല. പേപ്പേഴ്സ് ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണ്. ആസ്കിംഗ് പ്രൈസ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വന്നത് 1,65,000 പ്രൈസ് വന്നത്. 1,65,000 രൂപ. ചെറിയ എമൗണ്ടിന് ഒരു ഓട്ടോമാറ്റിക് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ലോ ബഡ്ജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഹുണ്ടായുടെ ഇയോൺ. ഏതാ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോൾ 2011 മോഡൽ ഇയോൺ എറ എന്ന മോഡലാണ്. സെക്കൻഡ് ഓവർ 48,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ. ചെറിയൊരു വാഹനമാണ്. കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ്. അതെ അതെ. അത്യാവശ്യം മൈലേജ് കിട്ടില്ലേ? അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി. പേപ്പേഴ്സ് ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് വണ്ടിയുടെ പ്രൈസിങ് വരുന്നത് നമുക്കൊരു 1,45 വണ്ടി ഇറക്കാൻ പറ്റും.
1,40,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയൊരു മാറ്റം ഉണ്ടാവും അല്ലേ? അതെ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങൾ ഒന്നാണ് മാരുതി ഓൾട്ടോ 800. അതെ. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുമ്പോൾ 2021 മോഡൽ ഓൾട്ടോ LXi ഫസ്റ്റ് ഓണർ 55,000 കിലോമീറ്റർ ആകെ ഓടിച്ചു വണ്ടി. 50,000 കിലോമീറ്റർ അല്ലേ? ഇത് ലാസ്റ്റ് പൈസ ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഫീച്ചേഴ്സ് ഉണ്ട്. ABS എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസർ, പിന്നെ 2 പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പേപ്പേഴ്സ് ക്ലിയർ ആണോ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് 90% ലോൺ ചെയ്ത് കൊടുക്കാം. വണ്ടിയുടെ പ്രൈസ് വന്നത് 355 പ്രൈസ് വന്നത്. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്കൊരു 50 രൂപ ആ റേഞ്ച് ഒക്കെ അടിച്ചാൽ വണ്ടി ഇറക്കാൻ പറ്റും. ചെറിയ EMI മാസം വരുള്ളൂ. അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്ത് നമുക്ക് വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. നമുക്ക് ഇത് 6 മാസത്തെ വാറണ്ടിയും ഫ്രീ സർവീസും 3 കൊടുക്കുന്നുണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അതും ഇവിടെ വരണമെന്നില്ല, ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും പോകാം. ചെറിയ വിലക്ക് നല്ലൊരു വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാനൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടികൾ. ബാക്കി ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുമ്പോൾ 2006 മോഡൽ വാഗണർ LXi ഫസ്റ്റ് ഓണർ 56,000 കിലോമീറ്റർ ആകെ ഓടിച്ചുള്ളൂ. സിംഗിൾ ഓണർ, വണ്ടി, പേപ്പേഴ്സ് ക്ലിയർ, എല്ലാം ക്ലിയർ. വേറെ മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമല്ലേ? ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് 80,000 രൂപയാണ്. 80,000 രൂപയാണ് ചോദിക്കുന്നത്. മാരുതി സുസുക്കിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ് മാരുതി ബലേനോ. നല്ലൊരു വാഹനം സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. അതെ. ഇത് വരുമ്പോൾ 2017 മോഡൽ ബലേനോ ഡെൽറ്റ ഫസ്റ്റ് ഓണർ പെട്രോൾ മാനുവലി 75,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിച്ചുള്ളൂ. ഡെൽറ്റ എന്ന് പറഞ്ഞ മിഡിൽ ഓപ്ഷൻ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വേണ്ടതിൽ വരുന്നുണ്ട്. ഓക്കെ, പേപ്പേഴ്സ് ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് 525 വണ്ടി ഇറക്കാൻ പറ്റും. ആസ്കിംഗ് പ്രൈസ്. അതെ. ലോൺ ചെയ്യുമ്പോൾ നമുക്കൊരു വണ്ടിയുടെ ഒരു 85 to 90% മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 5 കൊല്ലത്തേക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. 5 കൊല്ലത്തേക്ക് ചെയ്യാനും പറ്റും. ഇതിപ്പോ 2018 മോഡൽ ഡിസയർ ZXi പ്ലസ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ AMT വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ഓണർ. ഈ ഒരു ZXi പ്ലസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. അപ്പൊ നമ്മൾ എടുത്ത് പറയുന്നില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഇതിന്റെ പ്രൈസ് വന്നത് 625 പ്രൈസ് വന്നത്. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ മാക്സിമം വണ്ടിയോട് ലോൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 5 years ലോൺ ചെയ്ത് കൊടുക്കാനും പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. 1 year വാറണ്ടി. 1 വർഷം വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 1 year വാറണ്ടിയുള്ള വാഹനമാണ്. മാരുതി കമ്പനിയിലെ പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ് XL6 അല്ലേ? നല്ലൊരു വാഹനമാണ് ഈ മാസം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുമ്പോൾ 2019 മോഡൽ XL6 ആൽഫ ഫുൾ ഓപ്ഷൻ സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി, പെട്രോൾ മാനുവൽ, ഫസ്റ്റ് ഓണർ 42,000 കിലോമീറ്റർ ആകെ ഓടിച്ചുള്ളൂ വണ്ടി. സ്റ്റിംഗ് അവൈലബിൾ ആണോ? എല്ലാം ഓക്കെയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. വാറണ്ടി ഉണ്ട്. 6 മാസത്തെ വാറണ്ടി ഉണ്ട്. ഫ്രീ സർവീസ് 3 കൊടുക്കും. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് 9,10,000 ആണ്. 9,10,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം. സെഡാൻ സെഗ്മെന്റിൽ ഒരു യൂസർ നോക്കുകയാണെങ്കിൽ 6 മാസത്തെ വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസോട് കൂടിയിട്ടുള്ള മാരുതി ഡിസയർ അല്ലേ? ഡീറ്റെയിൽസ് ആണ്. ഇത് വരുമ്പോൾ 2019 മോഡൽ ഡിസയർ VXi പെട്രോൾ മാനുവൽ സെക്കൻഡ് ഓണർ 44,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിച്ചു. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് 550 പ്രൈസ് വന്നത്. ആസ്കിംഗ് പ്രൈസ് ചെറിയ മാറ്റം ഉണ്ടാവും. ചെറിയ ഓഫറുകളൊക്കെ. ലോൺ ചെയ്യുമ്പോൾ നമുക്ക് വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 90% ലോൺ ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം ഒരു 5 years ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 6 മാസത്തെ വാറണ്ടി ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ടാവും. പ്രൊവൈൽ സർട്ടിഫൈഡ് വാഹനമാണ്. മാരുതി ഏത് സർവീസ് സെന്ററിലും ഇന്ത്യയിൽ നമുക്ക് പോവുകയും ചെയ്യട്ടെ. ഇവിടെ തന്നെ വരണമെന്നില്ല. യൂസർ മേഖലയിൽ ഹൈ ഡിമാൻഡ് വെഹിക്കിളാണ് മാരുതിയുടെ ഈ ഒരു ഫേസിൽ വരുന്ന വാഗണർ. ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുമ്പോൾ 2015 മോഡൽ വാഗണർ VXi ഫുൾ ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓണർ 68,000 കിലോമീറ്റർ ആകെ ഓടിച്ചുള്ള വണ്ടി. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. VXiയിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. ഫോഗ് ലാമ്പ്, പിന്നെ റെയർ വൈപ്പർ, ഡീഫോഗറും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയർസ് എല്ലാം ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ട് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ്? നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ പ്രൈസ് നമുക്കൊരു 355 വണ്ടി ഇറക്കാൻ പറ്റും. 3,50,000 രൂപ. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം ഒരു 4 വർഷത്തേക്ക് ചെയ്യാനും പറ്റും. മാക്സിമം വണ്ടി കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ മാരുതി കമ്പനിയിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനങ്ങളൊന്നാണ് ഫ്രോൺസ്. അതെ. ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുമ്പോൾ 2023 മോഡൽ ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓണർ 54,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിച്ചോളൂ. പെട്രോൾ മാനുവൽ. സ്റ്റിംഗ് അവൈലബിൾ ആണ്. അതെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് 795 പ്രൈസ് വന്നത്. ചെറിയ മാറ്റം കാണൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം വണ്ടി കൂടെ 5 കൊല്ലത്തേക്ക് ലോൺ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ നമുക്ക് ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് 1 year വാറണ്ടിയും ഫ്രീ സർവീസ് 3 കൊടുക്കാം. അതും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും പോവുകയും ചെയ്യാം. വാഹന പ്രേമികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനങ്ങളൊന്നാണ് ഹ്യുണ്ടായുടെ i20. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുമ്പോൾ 2015 മോഡൽ i20 സ്പോർട്സ് വേരിയന്റ് സെക്കൻഡ് ഓവർ 78,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിച്ചുള്ളൂ. പെട്രോൾ മാനുവൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് 420 പ്രൈസ് വന്നത്. ആസ്കിംഗ് പ്രൈസ്. അതെ. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. മാക്സിമം ഒരു 4 കൊല്ലത്തേക്ക് ലോൺ കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾഡ് ബേസിൽ വരുന്നതും പുതിയ ബേസിൽ വരുന്ന i20 സ്റ്റോക്ക് ഉണ്ട് അല്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുമ്പോൾ 2021 മോഡൽ i20 മാഗ്ന ഫസ്റ്റ് ഓണർ 41,000 കിലോമീറ്റർ ആകെ ഓടിച്ചു. പെട്രോൾ മാനുവൽ. ഈ മാഗ്ന എന്ന് പറയുന്ന വേരിയന്റ് മിഡിൽ വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ പ്രൈസ് വിത്ത് 1 year വാറണ്ടി നമുക്കൊരു 630 വണ്ടി ഇറക്കാം.
6,30,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. അതെ. കൂടാതെ എടുത്ത് പറയേണ്ടത് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതർ ബ്രാൻഡ് വാഹനമായിട്ട് പോലും 1 വർഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമായതുകൊണ്ടാണല്ലേ. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്, പ്രത്യേകിച്ചിട്ട് 4 സിലിണ്ടറിൽ 3rd ജനറേഷനിൽ വരുന്ന വാഹനം അല്ലേ. ഡീറ്റെയിൽസ് തന്നെ തന്നെ ഇത് വരുമ്പോൾ 2023 മോഡൽ സ്വിഫ്റ്റ് VX പെട്രോൾ മാനുവൽ. ഫസ്റ്റ് ഓണർ 44,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിച്ചുള്ളൂ. ഇത് ഏത് വേരിയന്റ് എന്ന് പറഞ്ഞാൽ VX മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മിഡിൽ ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട്. പേപ്പേഴ്സ് ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ പ്രൈസ് വന്നത് വിത്ത് 1 ഇയർ വാറണ്ടിയും ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ടാവും. പ്രൈസ് വന്നത് നമുക്കൊരു 6,85 വണ്ടി ഇറക്കാം പറ്റും. 1 വർഷം വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസ്. അത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. 2016 മോഡൽ ഹോണ്ട ജാസ് SMT, അതായത് ഇതിന്റെ മിഡിൽ വേരിയന്റ് പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 64,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് യൂസർ വണ്ടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ്? നമുക്ക് ഈ വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് 4,20 വണ്ടി ഇറക്കാം പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. നമുക്കൊരു 4-4.5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മാക്സിമം ഫണ്ടിങ് കൂടെ ചെയ്ത് കൊടുക്കാനും പറ്റും. നിങ്ങളൊരു 7 സീറ്റർ വാഹനമാണ് നോക്കുന്നെങ്കിൽ മാരുതിയുടെ എർട്ടിഗയാണ് ഈ ഒരു മാസം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അല്ലേ? അതെ. ഡീറ്റെയിൽസ് തന്നെ തന്നെ ഇത് വരുമ്പോൾ 2019 മോഡൽ എർട്ടിഗ VXi സ്മാർട്ട് ഹൈബ്രിഡ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓണർ 38,000 കിലോമീറ്റർ ആക്കി വണ്ടി ഓടിച്ചുള്ളൂ. പെട്രോൾ മാനുവൽ. അത്യാവശ്യം ഫീച്ചേഴ്സും മിഡിൽ ഓപ്ഷനിൽ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ വെഹിക്കിളുടെ പ്രൈസ് വന്നത് വിത്ത് 1 ഇയർ വാറണ്ടി നമുക്കൊരു 8,40 വണ്ടി ഇറക്കാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ഫണ്ടിങ് ലോൺ ചെയ്യാം. മാക്സിമം ഒരു 5 ഇയേഴ്സ് കിട്ടുകയും ചെയ്യും. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയില്ലാതെ എടുക്കാൻ പറ്റും. ഇത് വരുമ്പോൾ ഫസ്റ്റ് ഓണർ കിലോമീറ്റർ 42,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു വെഹിക്കിളുടെ പ്രൈസ് വരുന്നത് 9,45 വിത്ത് 1 ഇയർ വാറന്റിയോടെ നമുക്ക് ഇറക്കാൻ പറ്റും. 1 വർഷത്തെ വാറന്റി നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചെക്ക് പോയിന്റ് കാര്യങ്ങളും പാസ്സായാണ് 1 വർഷം വരെ കൊടുക്കുക. ഇത് ഏതാ വേരിയന്റ് ഏതാണ്? ഇത് G എന്ന ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ജിയിൽ വരുന്നുണ്ട് അല്ലേ? ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സും അലോയ്സും എല്ലാം വരുന്നുണ്ട്. ലോൺ മാക്സിമം കിട്ടില്ലേ? മാക്സിമം ഫണ്ടിങ് ലോൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 5 ഇയേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഡ് കാർ, ഒരു ചെറുവാനം നോക്കുകയാണെങ്കിൽ മൈലേജ്, സർവീസ് കോസ്റ്റ്, അതുപോലെ തന്നെ കംഫർട്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ സെല്ലേരി നല്ലൊരു ഓപ്ഷൻ ആണല്ലേ? അതെ. ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ ഇത് വരുമ്പോൾ 2017 മോഡൽ സെലേറിയോ VXi AMT ഓട്ടോമാറ്റിക് വെഹിക്കിൾ. ഫസ്റ്റ് ഓണർ 44,000 കിലോമീറ്റർ ആകെ ഓടിച്ചുള്ളൂ. VXi അത്യാവശ്യം ഫീച്ചേഴ്സും 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആയിട്ട് മാത്രമേ തന്നെ വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് നല്ല ചെയ്തിട്ടുണ്ട്. ടയറുകളെ കണ്ടീഷൻ ടയർസ് എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല എന്നർത്ഥം അല്ലേ? ഈ ഒരു വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് 4,20 അതുപോലെ തന്നെ 1 ഇയർ വാറന്റിയും കിട്ടും. 1 വർഷം വാറണ്ടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഫണ്ട് ലോൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കണ്ട ഷോറൂം നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാതി ട്രൂ വാല്യൂ ഷോറൂമാണ്. കാക്കനാട് സെസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോറൂം വരുന്നത്. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങളും ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേണ്ടപ്പെട്ട കാറുകൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ധൈര്യപൂർവ്വം വരാൻ പറ്റുന്ന ഷോറൂമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലോൺ വേണമെങ്കിൽ മാക്സിമം ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നല്ലൊരു കാർ വേണമെങ്കിൽ ഷോറൂമിലേക്ക് വരിക. ഇനി ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ ബാക്കിയുള്ള എല്ലാ അഡ്രസ്സും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്.